ഹലോ ഫ്രണ്ട്സ്, പദശുദ്ധിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ 270 വാക്കുകളിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ പദശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന. അതോടൊപ്പം തന്നെ 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ് SCRT ടെക്സ്റ്റ് ബുക്ക്, അതായത് മലയാളം ടെക്സ്റ്റ് ബുക്ക് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള എല്ലാ വാക്കുകളും നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത വാക്കിലേക്ക് കടക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ 271 വാക്കാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും റെഡിയല്ലേ? 271 വാക്ക് പ്രായശ്ചിത്തം. എങ്ങനെയാണ് പ്രായശ്ചിത്തം എന്നെഴുതുക? അപ്പോൾ ആദ്യം നമ്മൾ എന്തെഴുതണം? പ്രായ എഴുതണം കേട്ടോ, പ്രായ. ഓക്കെ, പിന്നെ ഒരു ശ്ചിത്തം കൂടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രായശ്ചിത്തം കിട്ടും. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് 272 പക്ഷേ. പക്ഷേ പക്ഷേ എന്ന് എഴുതാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ? പക്ഷേ. ഓക്കെ, പക്ഷേ. 273 വാക്കിലേക്ക് കടക്കുകയാണ്. പഞ്ചരം. 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 പഞ്ചരം എന്നൊന്ന് എഴുതി നോക്കൂ. ജരാണ് കേട്ടോ അവസാനം. ജരം. ജരം അവസാനം ജരാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കുക. പഞ്ചരം. ഓക്കെ, പഞ്ചരം. ഓക്കെ, 274 വാക്കിലേക്ക് കടക്കുകയാണ്. പന്തയം. എങ്ങനെയാ പന്തയം എന്ന് എഴുതുക? പന്തയം. ഇതൊക്കെ കിട്ടുന്നുണ്ടാവും അല്ലേ? പന്തയം. ഓക്കെ, അടുത്തത് പാശ്ചാത്യം. എങ്ങനെയാ പാശ്ചാത്യം എന്ന് എഴുതുക? പാ വേണം, ഒരു ചാത്യവും വേണം. ഓക്കെ, പാശ്ചാത്യം. നെക്സ്റ്റ് പ്രക്ഷുബ്ധം. എങ്ങനെയാണ് പ്രക്ഷുബ്ധം എന്നെഴുതുക? പ്രക്ഷു പിന്നെ ഒരു ബദ്ധം. ഓക്കെ, പ്രക്ഷുബ്ധം. ക്ലിയർ? നെക്സ്റ്റ് വേർഡ് പ്രണയിനി. എങ്ങനെയാണ് പ്രണയിനി എന്നെഴുതുക? പ്രണയിനി. ക്ലിയർ ആയോ? പ്രണയിനി. ഓക്കെ, ഒന്നുകൂടി എഴുതി നോക്കാം. പ്രണയിനി. എങ്ങനെയാണ് പ്രണയിനി എന്ന് എഴുതുക കേട്ടോ. 278 പ്രഥമം. എങ്ങനെയാ പ്രഥമം എന്ന് എഴുതുക? പ്രഥമം. പ്രഥമം. ക്ലിയർ? 279 വാക്ക് പ്രൗഢി. എങ്ങനെയാ പ്രൗഢി എന്ന് എഴുതുക? പ്രൗഢി. ഇങ്ങനെയാണ് കേട്ടോ, പ്രൗഢി എന്ന് എഴുതുക. ക്ലിയർ? നെക്സ്റ്റ് പുനഃസൃഷ്ടി. എങ്ങനെയാണ് പുനഃസൃഷ്ടി? ഇത് നമ്മൾ മുമ്പ് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയല്ല എഴുതിയിട്ടുണ്ടായിരുന്നത്, 2 സാട്ടിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എങ്ങനെയാണ്? ഈ 2 കുത്തിടുമ്പോൾ പുനഃസൃഷ്ടി എന്നുള്ളത് പുനഃസൃഷ്ടി ഇങ്ങനെയാണ് എഴുതുക. പുനഃസൃഷ്ടി. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് വേർഡ് 281 വാക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഓക്കെ, എന്താണ്? പങ്കാളിത്തം. എങ്ങനെയാണ് പങ്കാളിത്തം? പങ്കാളിത്തം. ഓക്കെ, ഇത് ഗായാണ്, അത് എഴുതാറിയില്ല എല്ലാവർക്കും. ഒന്നും കൂടി വായിക്കാം. എങ്ങനെയാണ്? പങ്കാളിത്തം. ക്ലിയർ? പങ്കാളിത്തം. നെക്സ്റ്റ് വേർഡ് പരിണതഫലം. കേട്ടിട്ടുണ്ടോ? പരിണതഫലം. എങ്ങനെയാ പരിണതഫലം? പരിണതയാണ് കേട്ടോ, പരിണതഫലം. ക്ലിയർ ആയോ? പരിണതഫലം. തെറ്റിപ്പോകാൻ പാടില്ല. പരിണതയാണ്, പരിണതഫലം. ഓക്കെ, പരിണതഫലം. അടുത്ത വാക്ക് 283 പതിവ്രത. എന്താണ്? ഒന്ന് എഴുതി നോക്കൂ. പതിവ്രത എന്ന വാക്ക് ആണ് 283 നമ്മൾ പറയാൻ പോകുന്നത്. എങ്ങനെ എഴുതാം? പതിവ്രത. ക്ലിയർ ആണോ? 284 പദ്ധതിതരം. പദ്ധതിതരം. എങ്ങനെയാണ് പദ്ധതിതരം? പദ്ധതിതരം. ക്ലിയർ ആയോ? പദ്ധതിതരം. നെക്സ്റ്റ് നമ്മൾ പശ്ചാത്താപത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. എങ്ങനെയാണ് പശ്ചാത്താപം എന്നെഴുതുക? പശ്ചാ വേണം കേട്ടോ, പശ്ചാത്താപം. ക്ലിയർ ആയോ? പശ്ചാത്താപം. ഒന്നും കൂടി എഴുതാം.
എങ്ങനെയാണ് പശ്ചാത്താപം എന്ന് എഴുതുക? പശ്ചാത്താപം. ക്ലിയർ? പശ്ചാത്താപം ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് പാകം. എങ്ങനെയാണ് പാകം എന്നെഴുതുക? പാകം എന്നെഴുതി നോക്കൂ. പാകം. ഓക്കെ, പാകം. നെക്സ്റ്റ് പാടവം. എങ്ങനെയാണ് പാടവം എന്നെഴുതുക? പാടവം. പാടവം. ക്ലിയർ ആയോ? പാഠവം. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് പലവ്യഞ്ജനം. എങ്ങനെയാണ് പലവ്യഞ്ജനം എന്നെഴുതുക? പല വേണം, പിന്നെ ഒരു വ്യഞ്ജനം. പലവ്യഞ്ജനം. ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനമല്ലേ അല്ലേ? പലവ്യഞ്ജനം. അപ്പോൾ അവസാനം ജനാണെന്ന് ആലോചിക്കാം. നെക്സ്റ്റ് പാഠകം. എങ്ങനെയാണ് പാഠകം എന്നെഴുതുക? പാഠകം. ക്ലിയർ ആയോ? പാഠകം തെറ്റിക്കാൻ പാടില്ല കേട്ടോ. എങ്ങനെയാണ് പാഠകം എന്നെഴുതുക? പാഠകം. ഓക്കെ, 290 വാക്കാണ് പത്മം. പത്മം എഴുതി നോക്കൂ. പത്മം. ക്ലിയർ ആവുന്നുണ്ടോ? 290 വാക്കെത്തിട്ടോ. നോക്കാം. പ്രായശ്ചിത്തം. ക്ലിയർ? പക്ഷേ പഞ്ചരം. അപ്പം ജരം ശ്രദ്ധിക്കട്ടെ. പഞ്ചരം. പന്തയം. പാശ്ചാത്യം. പ്രക്ഷുബ്ധം. പ്രണയിനി. പ്രഥമം. പ്രൗഢി. പുനഃസൃഷ്ടി. പങ്കാളിത്തം. പരിണതഫലം. പതിവ്രത. പദ്ധതീതരം. പശ്ചാത്താപം. പാകം. പാടവം. പലവ്യഞ്ജനം. പാഠകം. പത്മം. ഓക്കെ, ക്ലിയർ? നമ്മളിപ്പോൾ എത്ര വാക്കുകൾ പഠിച്ചു? 290 വാക്കുകളാണ് അപ്പോൾ പഠിച്ചു കഴിഞ്ഞത് കേട്ടോ ഗൈസ്. ഓക്കെ, ഇതിങ്ങനെ ഓരോ ക്ലാസ് കേൾക്കുമ്പോൾ പഠിച്ച് പോവുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടോ. നമ്മളിപ്പോൾ തന്നെ ഇത് തീർക്കും. കുറച്ചും കൂടി ഒരു 3 ക്ലാസ്സും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് കഴിയും. അപ്പോൾ നമ്മൾ മലയാളത്തിലത്തെ അടുത്ത ടോപ്പിക്ക്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ നിന്ന് 1 മാർക്ക് ഉറപ്പിച്ച് കഴിഞ്ഞ് 2ാമത്തെ മാർക്കിലേക്ക് അപ്പോൾ കടക്കും കേട്ടോ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും വളരെ നന്നായിട്ട് പഠിച്ചേ പറ്റുന്നാൽ തന്നെ ഇത് കിട്ടുള്ളൂ കേട്ടോ. അടുത്തത് 291 വാക്കിട്ട. 291 ഫലഭൂയിഷ്ടം. എങ്ങനെയാണ് ഫലഭൂയിഷ്ടം എന്നെഴുതുക? ഫല വേണം, പിന്നെ എന്ത് വേണം? ഭൂ, പിന്നെ ഒരു ഇഷ്ടവും കൂടി കൊടുക്കുക. അപ്പോൾ ഫലഭൂയിഷ്ടം എന്ന് കിട്ടും. ഒന്നും കൂടി എഴുതി നോക്കാം നമുക്ക്. ഓക്കെ, ഫല ഭൂയിഷ്ടം. ക്ലിയർ ആവുന്നുണ്ടോ? ഫലഭൂയിഷ്ടം. ഓക്കെ, 292 ബിരുദം. എങ്ങനെയാണ് ബിരുദം എന്നെഴുതുക? ബിരുദം. ബിരു, പിന്നെ നമ്മളെ ഈ കുഞ്ഞിതം. ഓക്കെ, ബിരുദം. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ബീഭത്സം. കേട്ടിട്ടില്ലേ? ബീഭത്സം. എങ്ങനെയാണ് ബീഭത്സം എന്നെഴുതുക? എന്നെഴുതി നോക്കൂ. ബീഭത്സം. ക്ലിയർ? ബീഭത്സം. ക്ലിയർ ആയല്ലോ. ബ്രഹ്മാണ്ഡം. എങ്ങനെയാണ് ബ്രഹ്മാണ്ഡം എന്നെഴുതുക? ബ്രഹ്മാണ്ഡം. ഓക്കെ, ബ്രഹ്മാണ്ഡം. ഇത് ഒരുമിച്ച് എഴുതാം കേട്ടോ. ഓക്കെ, ബ്രഹ്മാണ്ഡം. ക്ലിയർ ആണല്ലോ ബ്രഹ്മാണ്ഡം. അടുത്ത ഭാഗികം. എങ്ങനെയാണ് ഭാഗികം എന്നെഴുതുക? ഭാഗികം. ക്ലിയർ ആയല്ലോ? ഭാഗികം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്നത് ദോഷത്വം. എങ്ങനെയാണ് ദോഷത്വം എന്നെഴുതി നോക്കൂ. ദോഷത്വം. ക്ലിയർ? ദോഷത്വം. നെക്സ്റ്റ് ഭ്രഷ്ട്. ഭ്രഷ്ട്. അപ്പോൾ ഈ ബ്രായാണ് കേട്ടോ. ഭ്രഷ്ട്. 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 നെക്സ്റ്റ് ഭഗവത് ഗീത. എങ്ങനെയാണ് ഭഗവത്ഗീത എന്ന് എഴുതുക? ഭഗവത് ഗീത. ഭഗവത്ഗീത. ക്ലിയർ? ഭഗവത്ഗീത. നെക്സ്റ്റ് മുഖഛായ എന്ന് എഴുതി നോക്കൂ. മുഖഛായ. മുഖ, പിന്നെ ഒരു ഛായ. മുഖഛായ. 300. നമ്മൾ 300ാമത്തെ വാക്കാണ് എഴുതുന്നത്. മുക്തകണ്ഠം. എങ്ങനെയാണ് മുക്തകണ്ഠം എന്ന് എഴുതുക? മുക്ത വേണം, പിന്നെ ഒരു കണ്ഠവും വേണം. അപ്പോൾ മുക്തകണ്ഠം എന്നായി. ഓക്കെ, കുറച്ചും കൂടി എഴുതാം കേട്ടോ. നമ്മൾ കുറച്ച് പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് വാക്കുകൾ കൂട്ടി എഴുതാമല്ലോ അല്ലേ. മുക്തകണ്ഠം കഴിഞ്ഞു. നെക്സ്റ്റ് മൃഗതൃഷ്ണ. മൃഗതൃഷ്ണ. എങ്ങനെയാണ് മൃഗതൃഷ്ണ എന്ന് എഴുതാം? മൃഗതൃഷ്ണ. ക്ലിയർ?
മൃഗതൃഷ്ണ. നെക്സ്റ്റ് മൃച്ഛകടികം. എങ്ങനെയാണ് മൃച്ഛകടികം എന്നെഴുതുക? മൃച്ഛകടികം. ഓക്കെ, എങ്ങനെയാണ് കേട്ടോ മൃച്ഛകടികം? ക്ലിയർ? മൃച്ഛകടികം. നെക്സ്റ്റ് മൃത്യുഞ്ജയം. എങ്ങനെയാണ് മൃത്യുഞ്ജയം? മൃത്യുഞ്ജയം. ഒക്കെ ശ്രദ്ധിക്കണം കേട്ടോ, ലാസ്റ്റത്തെ എങ്ങനെ വരുന്ന ഭാഗത്തൊക്കെ ജയാണ് അവസാനം വരുന്നത് കേട്ടോ. മൃത്യുഞ്ജയം. അടുത്തത് മഞ്ചരി. എങ്ങനെയാണ് മഞ്ചരി എന്ന് എഴുതാം? മഞ്ചരിയാണ് കേട്ടോ, ലാസ്റ്റാണ് ജരി വരുന്നത്. ഓക്കെ, മഞ്ചരി. ക്ലിയർ? മഹചരിതം കേട്ടിട്ടില്ലേ? മഹചരിതം. മഹചരിതം. ക്ലിയർ? മഹചരിതം. നെക്സ്റ്റോ മാധ്യസ്ഥം. എങ്ങനെയാണ് മാധ്യസ്ഥം എന്നെഴുതുക? അങ്ങനെയാണ് കേട്ടോ മാധ്യസ്ഥം എന്നെഴുതുക. ക്ലിയർ? മാധ്യസ്ഥം. മുഖാന്തരം. എങ്ങനെയാണ് മുഖാന്തരം എന്നെഴുതുക? മുഖാന്തരം. ക്ലിയർ ആണോ? മുഖാന്തരം. ഓക്കെ. നെക്സ്റ്റ് മസ്തകം. ഒന്ന് എഴുതി നോക്കൂ മസ്തകം എന്ന്. മസ്തകം. ക്ലിയർ? മസ്തകം. നെക്സ്റ്റ് മഹചരമം. മഹചരമം. എങ്ങനെയാണ് മഹചരമം എന്ന് എഴുതുക? മഹചരമം. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ 310 മഹചരമം കഴിഞ്ഞില്ലേ? മനോദുഃഖം. എങ്ങനെയാണ് മനോദുഃഖം എന്ന് എഴുതുക? മനോദുഃഖം. ക്ലിയർ? മനോദുഃഖം. അപ്പോൾ നമ്മൾ 310 വാക്കായി. ഓക്കെ. ഫലഭൂയിഷ്ടം, ബിരുദം, ബീഭത്സം, ബ്രഹ്മാണ്ഡം, ഭാഗികം, ദോഷത്വം, ഭ്രഷ്ട്, ഭഗവത്ഗീത, മുഖഛായ, മുക്തകണ്ഠം, മൃഗതൃഷ്ണ, മൃച്ഛകടികം, മൃത്യുഞ്ജയം, മഞ്ചരി, മഹചരിതം, മാധ്യസ്ഥം, മുഖാന്തരം, മസ്തകം, മഹചരമം, മനോദുഃഖം. ക്ലിയർ? 310 വാക്കുകളായിട്ടോ നമ്മൾ. ഈ ഒരു ഭാഗം നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഇയർഫോണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ടിട്ട് ഈ വോയിസ് ഇങ്ങനെ കേൾക്കുക, നിങ്ങൾ എഴുതി നോക്കുക. എന്നിട്ട് നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്ന് വന്ന് ചെക്ക് ചെയ്യുക. ആ രീതിയിലാണ് നമ്മളിത് പഠിക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് എത്രത്തോളം ഇത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മളെത്ര ഈ ഭാഗത്ത് നമ്മൾ എത്രത്തോളം എത്തിയിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പഠിക്കേണ്ടത്. അപ്പോൾ ഇതൊരാൾ വായിച്ച് തരിക എന്നുള്ളത് കമ്പൽസറിയാണ്. അപ്പോൾ ആ രീതിയിലാണ് നിങ്ങൾ ഈ ഒരു ക്ലാസ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, കുറച്ചും കൂടി നോക്കാം. 311 നമ്മളിപ്പോൾ ഏതാ പഠിച്ചത്? മനോദുഃഖം. ഇനി മനഃപാഠം. മനഃപാഠം എന്ന് എഴുതിക്കേ. മനഃപാഠം. ക്ലിയർ? മനഃപാഠം. ഓക്കെ. നെക്സ്റ്റ് മൂഢൻ. എങ്ങനെയാണ് മൂഢൻ എന്നെഴുതുക? മൂഢൻ. ക്ലിയർ? മൂഢൻ. ഓക്കെ, മൂഢൻ. നെക്സ്റ്റ് മുതലാളിത്തം. എങ്ങനെയാണ് മുതലാളിത്തം എന്ന് എഴുതുക? മുത വേണം, ലാളിത്വം വേണം കേട്ടോ. മുതലിനെ ലാളിക്കുക. മുതലാളിത്തം. ഓക്കെ, മുതലാളിത്തം. അടുത്തത് മഹത്വം. എങ്ങനെയാണ് മഹത്വം എന്ന് എഴുതുക? മഹ പിന്നെ ഒരു ത്വം കൂടി കൊടുക്കുക. അപ്പം മഹത്വമായി. ഓക്കെ. നെക്സ്റ്റ് മൗലികം. എഴുതി നോക്കൂ. മൗലികം. മൗ പിന്നെ ഒരു ലികം. ഓക്കെ, മൗലികം. മൗലികം. അടുത്ത് മാനവികം. എങ്ങനെയാണ് മാനവികം എന്ന് എഴുതുക? മാനവികം. ഓക്കെ, മുറിച്ച് പഠിക്കുക കേട്ടോ വാക്കുകൾ. അപ്പോൾ നമുക്ക് എഴുതുമ്പോഴും എളുപ്പം കിട്ടും. മുഷ്ടി. ഒന്ന് എഴുതി നോക്കൂ. മുഷ്ടി. മുഷ്ടി. ഓക്കെ, മുഷ്ടി. നെക്സ്റ്റ് മടയൻ. എങ്ങനെയാണ് മടയൻ എന്ന് എഴുതുക? മടയൻ. ഓക്കെ, ക്ലിയർ? മടയൻ. നെക്സ്റ്റ് എഴുതാൻ പോകുന്നത് മധ്യാഹ്നം. മധ്യാഹ്നം എന്നെങ്ങനെ എഴുതുക? മധ്യാഹ്നം എന്നാണ് കേട്ടോ പറയുമ്പോൾ. ഓക്കെ, മധ്യാഹ്നം കഴിഞ്ഞു. അടുത്ത മുന്നാക്കം. മുന്നാക്കം എന്ന് എഴുതി നോക്കൂ. മുന്നാക്കം. ക്ലിയർ? മുന്നാക്കം. നെക്സ്റ്റ് മുന്നാക്കം കഴിഞ്ഞു. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് മേഖല. എങ്ങനെയാണ് മേഖല? മേഖല. ഓക്കെ, മേഖല കഴിഞ്ഞു. നെക്സ്റ്റ് യഥോചിതം. എങ്ങനെയാണ് യഥോചിതം എന്ന് എഴുതുക? യഥോചിതം.
യഥോചിതം. ക്ലിയർ? യഥോചിതം. യഥോചിതം. നെക്സ്റ്റ് യാദൃശ്ചികം. കിട്ടുന്നുണ്ടോ നോക്കുക കേട്ടോ. യാദൃശ്ചികം. എങ്ങനെ യാദൃശ്ചികം എന്ന് എഴുതാം? യാദൃശ്ചികം. ഓക്കെ, യാദൃശ്ചികം. നെക്സ്റ്റ് യഥേഷ്ടം. 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 ക്ലിയർ ആവുന്നുണ്ടോ? യഥേഷ്ടം. ഓക്കെ. യശശരീരൻ. എങ്ങനെയാ യശശരീരൻ എന്ന് എഴുതുക? യശ വേണം, പിന്നെ ശരീരൻ. യശശരീരൻ. ക്ലിയർ? യശശരീരൻ. നെക്സ്റ്റ് നമ്മൾ യജ്ഞം എന്നാണ് എഴുതാൻ പോകുന്നത്. യജ്ഞം. യജ്ഞം. ക്ലിയർ? നെക്സ്റ്റ് യുഗ്മം. യുഗ്മം എന്നൊന്ന് എഴുതി നോക്കൂ. യുഗമം ആണ് കേട്ടോ. അതായത് ഗ ഇട്ട് ഇങ്ങനെയുള്ള സാധനം. ഓക്കെ, യുഗ്മം. എഴുതിയോ? യുഗ്മം. ഓക്കെ. നെക്സ്റ്റ് യൗവനം. ഒന്ന് എഴുതി നോക്കൂ. യൗവനമാണ് കേട്ടോ. ഒരു വനാണ് അത്. യൗവനം. ഓക്കെ. എങ്ങനെയാണ് യൗവനം? യൗവനം. ഓക്കെ. 329 വാക്ക് രോഗഗ്രസ്തൻ. എങ്ങനെയാണ് രോഗഗ്രസ്തൻ എന്ന് എഴുതുക? രോഗഗ്രസ്തൻ. രോഗഗ്രസ്തൻ. ക്ലിയർ? 330 വാക്ക് രാപ്പകൽ. ഒന്ന് എഴുതി നോക്കൂ. രാപ്പകൽ. രാപ്പകൽ. ക്ലിയർ ആയോ? രാപ്പകൽ. ഓക്കെ. അപ്പോൾ നമ്മൾ 330 വാക്കുകളാണ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. അതോടൊപ്പം 5, 6, 7 SSCRT നമ്മൾ കവർ ചെയ്തു. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലത്തെയും കൂടി SSCRT കവർ ചെയ്യാണ്ട്. ഓക്കെ, നോക്കുക. മനഃപാഠം, മൂഢൻ, മുതലാളിത്തം, മഹത്വം, മൗലികം, മാനവികം, മുഷ്ടി, മടയൻ, മധ്യാഹ്നം, മുന്നാക്കം, മേഖല, യഥോചിതം, യാദൃച്ഛികം, യഥേഷ്ടം, യശശരീരൻ, യജ്ഞം, യുഗ്മം, യൗവനം, രോഗഗ്രസ്തൻ, രാപ്പകൽ. ഇത്രയും ക്ലിയർ ആയി ഉണ്ടാവുമല്ലോ. ഇനി നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്താണ്? 8ാം ക്ലാസ്സിലത്തെ മലയാളം SSCRT ബേസ്ഡ് ആയിട്ട് നമ്മൾ നോക്കിയിട്ട് അതിൽ നമ്മൾ പഠിക്കേണ്ട കുറച്ച് പുതിയ വാക്കുകളല്ല, അതിൽ കാണുന്ന എന്നാൽ നമുക്ക് അറിയുന്നതോ അറിയാത്തതോ ആയുള്ള കുറച്ച് വാക്കുകളും കൂടി നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? 8th സ്റ്റാൻഡേർഡ് മലയാളം 8th സ്റ്റാൻഡേർഡിലെ SSCRT മലയാളം ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് വാക്കുകളാണ് കേട്ടോ. ഓക്കെ, ഒന്നാമതായിട്ട് പഠിക്കാൻ പോകുന്ന അനുഗ്രഹം. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, എഴുതിക്കോളൂ. അനുഗ്രഹം. ക്ലിയർ? അടുത്തത് കടാക്ഷം. ഇതൊക്കെ കിട്ടുമല്ലോ അല്ലേ? കടാക്ഷം. നെക്സ്റ്റ് അവലംബം. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കേട്ടോ. അവലംബം. ക്ലിയർ? അടുത്തതായിട്ട് വൈദ്യുതി. എങ്ങനെയാണ് വൈദ്യുതി എന്ന് എഴുതുക? വൈദ്യുതി. ക്ലിയർ? വൈദ്യുതി. ഓക്കെ, എഴുതണോ? വൈദ്യുതി. ഓക്കെ. നെക്സ്റ്റ് കവയിത്രി. ഇതൊക്കെ നമ്മൾ പഠിച്ച വാക്കുകൾ തന്നെയാണ് കേട്ടോ, റിപ്പീറ്റ് അടിച്ച് വരുന്നത്. കവയിത്രി. ഓക്കെ. നെക്സ്റ്റ് ഉജ്ജ്വലിക്കുക. എങ്ങനെയാണ് ഉജ്ജ്വലിക്കുക എന്ന് എഴുതുക? ഉജ്ജ്വലിക്കുക. 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 നെക്സ്റ്റ് നിശ്ചയം എന്ന് എഴുതി നോക്കൂ. നിശ്ചയം. നിശ്ചയം. ക്ലിയർ? നിശ്ചയം. നെക്സ്റ്റ് നിശബ്ദം. നിശബ്ദം. ഓക്കെ, നിശബ്ദം. നെക്സ്റ്റ് സ്രഷ്ടാവ്. എങ്ങനെയാണ് സ്രഷ്ടാവ്? പിന്നെ ട്രാവ്. സ്രഷ്ടാവ്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഔന്നത്യം. എങ്ങനെയാണ്? ഔന്നത്യം. ക്ലിയർ? ഔന്നത്യം. ഓക്കെ. അടുത്തതായിട്ട്
ക്ലേശഭൂയിഷ്ടം. എങ്ങനെയാണ് ക്ലേശഭൂയിഷ്ടം എന്ന് പറയാം? ക്ലേശഭൂയിഷ്ടം, ക്ലേശഭൂയിഷ്ടം. നെക്സ്റ്റ് ഉത്സവം. എങ്ങനെയാണ് ഉത്സവം എന്ന് കൊടുക്കുക? ഉത്സവം. ഓക്കെ. അടുത്തത് പ്രൗഢഗംഭീരം. എങ്ങനെയാണ് പ്രൗഢഗംഭീരം? പ്രൗഢഗംഭീരം, പ്രൗഢഗംഭീരം. നെക്സ്റ്റോ ഉത്സാഹം. എങ്ങനെയാണ് ഉത്സാഹം എന്ന് എഴുതാം? ഉത്സാഹം. ക്ലിയർ? നിർബന്ധം. അടുത്തത് എങ്ങനെയാണ്? നിർബന്ധം, നിർബന്ധം. ഓക്കെ, ക്ലിയർ. അടുത്തത് ഉത്തരവാദിത്വം. ഉത്തരവാദിത്വം. ഓക്കെ, ഉത്തരവാദിത്വം. ക്ലിയർ? ഉത്തര വേണം, ഉത്തര. ഓക്കെ, പിന്നെ ഒരു വാദിത്വം, ഉത്തരവാദിത്വം. നെക്സ്റ്റ് അജ്ഞത. എങ്ങനെയാണ് അജ്ഞത എന്ന് എഴുതാം? അജ്ഞത. ഓക്കെ, അജ്ഞത. കർമ്മമണ്ഡലം എന്ന് എഴുതി നോക്കൂ. കർമ്മമണ്ഡലം, കർമ്മമണ്ഡലം. ഓക്കെ, ക്ലിയർ? ഹൃത്ത്. എങ്ങനെയാണ് ഹൃത്ത് എന്ന് എഴുതാം? ഹൃത്ത്. ഓക്കെ, കുറച്ചും കൂടി നോക്കാം. അതിൽ ഈ സ്രഷ്ടാവ് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ പഠിക്കാം കേട്ടോ. അതിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് അനുഗ്രഹം, കടാക്ഷം, അവലംബം, വൈദ്യുതി, കവയിത്രി, ഉജ്ജ്വലിക്കുക, നിശ്ചയം, നിശബ്ദം, ഔന്നത്യം, ക്ലേശഭൂയിഷ്ടം, ഉത്സവം, പ്രൗഢഗംഭീരം, ഉത്സാഹം, നിർബന്ധം, ഉത്തരവാദിത്വം, അജ്ഞത, കർമ്മമണ്ഡലം, ഹൃത്ത്. ഓക്കെ, ഒരു കുറച്ച് വാക്കും കൂടി. ഓജസ്. എങ്ങനെയാണ് ഓജസ് എന്ന് എഴുതാം? ഓജസ്. ക്ലിയർ? ഓജസ്. നെക്സ്റ്റ് സുരക്ഷിതം. എങ്ങനെയാണ് സുരക്ഷിതം എന്ന് എഴുതാം? സുരക്ഷിതം. ക്ലിയർ ആയോ? സുരക്ഷിതം. നെക്സ്റ്റ് ചെലവ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയതാട്ടോ. അടുത്തത് മേഘം, മേഘം. ഓക്കെ, ഏതൊക്കെയാണ്? ഓജസ്, സുരക്ഷിതം, ചെലവ്, മേഘം. അപ്പോൾ ഇത്രയാണ് നമ്മൾ SSCRTയിൽ കുറച്ച് വാക്കുകൾ കണ്ടത്. ഇതിൽ ഭൂരിഭാഗം വാക്കുകളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.